Hello my dear students, welcome to Lakshya School Plus. So +1 മാത്സിലെ നമുക്കറിയാം +1 മാത്സിൽ മൊത്തം നമുക്ക് 14 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അല്ലേ. സോ ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. നമുക്കറിയാം നമുക്ക് മൊത്തം ഈ ഒരു ലിസ്റ്റിൽ കാണുന്ന 14 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്, ദെൻ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ദെൻ ട്രിഗ്നോമെട്രി ഫങ്ഷൻസ്, അങ്ങനെ തുടങ്ങി നമുക്ക് 14ാമത് പ്രോബബിലിറ്റി, ഇത്രയും ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. യെസ്, നമ്മളിപ്പോൾ ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷൻ കംപ്ലീറ്റ് സ്കൂളിൽ, ചില സ്കൂളിൽ എക്സാമിനേഷൻസ് നടക്കുന്നുണ്ട്, ചില സ്കൂളിൽ ഫസ്റ്റ് ടേം നടക്കുന്നില്ല, +2കാർക്ക് നടക്കുന്നുണ്ടല്ലോ. എനിവേ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫസ്റ്റ് ടേമിലേക്കുള്ള ടോപ്പിക് ആയാലും നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതേപോലെ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു ഷോർട്ട് വീഡിയോ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. യെസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ് എന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. റെഡി അല്ലേ? സോ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ഏത് ടോപ്പിക്കിലേക്കാണ് കടക്കാൻ പോകുന്നത്. യെസ്, ബട്ട് ഈ ഒരു ടോപ്പിക്കിന്റെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ചോദിക്കും. നിങ്ങൾക്ക് സുഖമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കൃത്യമായി നമ്മളെ ക്ലാസ്സുകൾ കാണുക, നിങ്ങളെ ഫ്രണ്ട്സിനെ നമ്മളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാം. യെസ് ഗൈസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്കുള്ള ആ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് നമുക്ക് നോക്കിയാലോ? യെസ്, ഡിമോർഗൻസ് ലോ. സോ ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിമോർഗൻസ് ലോ അടിപൊളിയായി പഠിക്കാൻ പോവാണ്. സോ ആർ യു ഗൈസ് റെഡി? യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഡിമോർഗൻസ് ലോ എന്ന് ഫസ്റ്റ് നോക്കിയാലോ? ഫസ്റ്റ് ഓഫ് ഓൾ ഡിമോർഗൻസ് ലോ എന്താ നമ്മൾ പഠിക്കുന്നു, ക്വസ്റ്റ്യൻസ് എങ്ങനെയാ ചോദിക്കുക എന്ന് നമുക്ക് നോക്കാം. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട്. ഒരു കാര്യം സാറ് അഡ്വാൻസ് ആയിട്ട് പറയാണ്, എന്താണെന്ന് വെച്ചാല് നമ്മുടെ മാത്സ്, പ്രത്യേകിച്ച് +1 +2 മാത്സിലെ ചാപ്റ്റേഴ്സ്, നമ്മൾ +1 പഠിക്കുന്ന എല്ലാ ചാപ്റ്ററും, മിക്ക ചാപ്റ്ററും നമുക്ക് +2 കൂടി ആവശ്യമുള്ളതാ. ഈവൻ സാറ് നേരത്തെ ചാപ്റ്റർ ലിസ്റ്റ് കാണിച്ചതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്നാമത്തെ ചാപ്റ്റർ സെറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. ഈ ഒരു ചാപ്റ്റർ തന്നെയാണ് +2ലെ ഫസ്റ്റ് ചാപ്റ്റർ. +2 മാത്സ് തുടങ്ങുന്നത് തന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വെച്ചിട്ടാ. സോ അത്രയും കണക്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഈവൻ +2 മാത്സിലെ അവസാന ചാപ്റ്ററിന്റെ പേരും പ്രോബബിലിറ്റി എന്ന് തന്നെയാണ്. അടിയില്ലേ? സോ അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാര്യം മിസ്സാവാതെ അടിപൊളിയായി നമുക്ക് പഠിക്കാം. സോ എന്താണ് ഡിമോർഗൻസ് ലോ എന്ന് നമുക്ക് നോക്കിയാലോ? നമ്മൾ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബേസിക് ആയിട്ടുള്ള സെറ്റിന്റെ ഓപ്പറേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സെറ്റിന്റെ ഓപ്പറേഷൻസ്? യൂണിയൻ ഓഫ് ടു സെറ്റ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ഇന്റർസെക്ഷൻ ഓഫ് ടു സെറ്റ് പഠിച്ചിട്ടുണ്ട്, ദെൻ ഡിഫറൻസ് ഓഫ് ടു സെറ്റ് പഠിച്ചിട്ടുണ്ട്, കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് പഠിച്ചിട്ടുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മിക്സ്ഡ് ആയിട്ടുള്ള, അതായത് യൂണിയനും ഇന്റർസെക്ഷൻ കോംപ്ലിമെന്റ് ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്ന ഒരു ലോ ആണ് ആക്ച്വലി ഡിമോർഗൻസ് ലോ. ഈ ലോന്റെ ഇമ്പോർട്ടന്റ്, ഈ ഒരു ചാപ്റ്റർ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, ഈ ചാപ്റ്ററിന് വെയിറ്റേജ് ഓൾമോസ്റ്റ് 7 മാർക്സ് ആണ്. നിങ്ങളൊരു കോമേഴ്സ് സ്റ്റുഡന്റ് ആണെങ്കിലും നിങ്ങളൊരു സയൻസ് സ്റ്റുഡന്റ് ആണെങ്കിലും നിങ്ങൾക്ക് എക്സാമിൽ ഒരു 7 മാർക്ക് ആവറേജ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 7 മാർക്കിൽ ചെറുതായിട്ട് ചിലപ്പോൾ 9ലേക്കും ചിലപ്പോൾ 5ലേക്കൊക്കെ പോവാം. എനിവേ, എത്ര മാർക്കിന് ചോദിച്ചാലും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആവില്ല. റെഡി അല്ലടാ? സോ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിമോർഗൻസ് ലോ. എന്താണ് ഡിമോർഗൻസ് ലോ, എങ്ങനെയാണ് ഡിമോർഗൻസ് ലോന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എങ്ങനെ നമ്മൾ ഇത് കൃത്യമായിട്ട് പഠിക്കാം. സോ ഗൈസ്, ലെറ്റ് സ്റ്റാർട്ട്. യെസ്, എന്താണ് ഡിമോർഗൻസ് ലോ? നമ്മൾ എ യൂണിയൻ ബി, 2 സെറ്റുകൾ തന്നാൽ യൂണിയൻ എടുക്കാൻ നമുക്കറിയാം. അതുപോലെ 2 സെറ്റുകൾ തന്നാൽ നമുക്ക് എന്തെടുക്കാനും അറിയാം? ഇന്റർസെക്ഷൻ എടുക്കാനും അറിയാം. സോ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ആണല്ലോ. നമ്മൾ പറയുമ്പോൾ എ യൂണിയൻ ബി എന്നൊക്കെ പറയുമെങ്കിലും ആക്ച്വലി അതൊരു സെറ്റ് അല്ലേ? ഏതുപോലെ? ഇപ്പൊ 2+3 എന്ന് പറയുമ്പോൾ 2 നമ്പറിൽ ഒരു നമ്പറാ. 2+3 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന ഒരു നമ്പറാ. അപ്പൊ നമ്മൾ പറയുമ്പോൾ 2+3, അതായത് 2 എന്ന് പറയുന്ന നമ്പറും 3 എന്ന് പറയുന്ന നമ്പറും അഡിഷൻ എന്ന ഓപ്പറേഷൻ ചെയ്ത് കിട്ടുന്ന ഫൈനൽ വാല്യൂ പറയുമ്പോൾ നമുക്ക് 2+3 എന്ന് പറയാതെ നിർവാഹമില്ല. അതേപോലെ എ യൂണിയൻ ബി നമുക്ക് പറയുമ്പോൾ എ കേൾക്കുന്നുണ്ട്, ബി കേൾക്കുന്നുണ്ട്. അപ്പൊ 2 സെറ്റ് ആണത്? അല്ല, എ എന്ന് പറയുന്ന സെറ്റിന്റെയും ബി എന്ന് പറയുന്ന സെറ്റിന്റെയും യൂണിയൻ, അതാണ് നമ്മൾ ആ ഒരു എ യൂണിയൻ ബി യോട് ഉദ്ദേശിക്കുന്നത്. ശരിയല്ലേ? അതേപോലെ എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിന് കോംപ്ലിമെന്റ് കൊടുക്കുക, വിച്ച് മീൻസ് ഡാഷ് കൊടുക്കുക. അപ്പൊ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ ഡോണ്ട് വെറി ഗൈസ്, നമുക്ക് എന്താ, നമുക്കത് അടിപൊളിയായിട്ട് പഠിക്കാം. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ്. സാറ് പറഞ്ഞു നിങ്ങൾക്ക് എ യൂണിയൻ ബി എടുക്കാൻ അറിയാം,
അതിന്റെ കോംപ്ലിമെന്റ് എടുക്കാൻ അറിയാം. ബട്ട് ഈ ചെയ്ത് കിട്ടുന്ന വാല്യൂവിന് ഇക്വലന്റ് ആയിട്ട് വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. ആരൊക്കെയാണത്? ഡിമോർഗൻസ് ലോ. ആക്ച്വലി നിങ്ങൾ ഈ ലോ കാണാതെ പഠിക്കണമെന്നില്ല, ബട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ലോ വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പഠിച്ചാൽ മതി. നമുക്ക് നോക്കാം ഇല്ലടാ. സോ എ യൂണിയൻ ബി ഡാഷ്, എ യൂണിയൻ ബി മൊത്തം, എ യൂണിയൻ ബി എന്ന് പറയുന്ന മൊത്തം സെറ്റിന് നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ? കോംപ്ലിമെന്റ് ചെയ്യാൻ പോവാം, അതായത് ഡാഷ് ചെയ്യാൻ പോവാം. സോ എ യൂണിയൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു ഡിമോർഗൻസ് ലോ മനസ്സിലാക്കാൻ വേണ്ടി സാർ ഒരു കാര്യം പറയാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ലേ, ഈ ഒരു ഡാഷ് നമ്മളിത് നെഗേഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഈ ഒരു ഡാഷ് അല്ലെങ്കിൽ കോംപ്ലിമെന്റിന് നിങ്ങൾ എ എന്ന് പറയുന്ന സെറ്റിനെയും ബി എന്ന് പറയുന്ന സെറ്റിനും നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സോ എ എന്ന് പറയുന്ന സെറ്റ് ഇനി മുതൽ എ ഡാഷ് എന്നാണ് അറിയപ്പെടുക, ബി എന്ന് പറയുന്ന സെറ്റ് ബി ഡാഷ് എന്നാണ് അറിയപ്പെടുക. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ യൂണിയനെ ഇന്റർസെക്ഷൻ ആയിട്ട് എഴുതണം. സോ എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്, ഇതാണ് നമ്മുടെ ഡിമോർഗൻസ് ലോന്റെ ഫസ്റ്റ് ലോ. അതായത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു, എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. അതായത് ഈ കോംപ്ലിമെന്റ് രണ്ടു പേർക്കും കൊടുക്കുക, ദെൻ ഈ യൂണിയനെ നമ്മൾ എന്തായിട്ട് എഴുതണം? ഇന്റർസെക്ഷൻ ആയിട്ട് എഴുതണം. അത്രേ ഉള്ളൂ, സിമ്പിൾ അല്ലേ? ഇതേപോലെ നമുക്ക് അങ്ങനെ ആണെങ്കിൽ രണ്ടാമത്തെ ലോ, ഡിമോർഗൻസ് ലോയിലെ രണ്ടാമത്തെ ആള് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ. എന്താണ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ ഡാഷ് എന്ന് പറഞ്ഞാൽ? സെയിം വേ ഈ ഡാഷ്, ഈ ഒരു കോംപ്ലിമെന്റിനെ എ എന്ന് പറയുന്ന സെറ്റിനും ബി എന്ന് പറയുന്ന സെറ്റിനും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ദെൻ ആ ഒരു ഇന്റർസെക്ഷൻ നമ്മൾ എന്താക്കി ചെയ്താ? യൂണിയൻ ആയിട്ട് ചെയ്താ. നമുക്ക് നോക്കിയാലോ. എ ഡാഷ് അതുപോലെ ബി ഡാഷ്, ദെൻ നമ്മൾ ഇന്റർസെക്ഷനെ മാറ്റി യൂണിയൻ ആയിട്ട് എഴുതുന്നു. ഇതാണ് നമ്മുടെ ഡിമോർഗൻസിന്റെ രണ്ടാമത്തെ ലോ. എ യൂണിയൻ ബി ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് യൂണിയൻ ബി ഡാഷ്. സോ ഈ രണ്ട് ലോ വെരിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഒരു വെരിഫിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ്, ഷോ ദാറ്റ്, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് ആക്ച്വലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, P/Q എന്ന് സാറ് കൊടുത്തിട്ടില്ലേ? യെസ്. സോ ക്വസ്റ്റ്യൻ വായിച്ചേ. Let A equal to set of all x. നമുക്കറിയാം ഇതൊരു സെറ്റ് ബിൽഡർ ഫോം ആണ്. എന്താണ് സെറ്റിന്റെ റെപ്രസെന്റേഷൻ? നമ്മൾ രണ്ട് ടൈപ്പ് റെപ്രസെന്റേഷൻസ് പഠിച്ചിട്ടുണ്ട്. ഒന്നാമതാണ് റോസ്റ്റർ ഫോം, രണ്ടാമതാണ് സെറ്റ് ബിൽഡർ ഫോം. സോ ഇവിടെ തന്നിട്ടുള്ളത് ഒരു സെറ്റ് ബിൽഡർ ഫോം ആണ്. സോ എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ്. എ എന്ന് പറഞ്ഞാൽ മൊത്തം എക്സ് ആണുള്ളത് അല്ലെ. ദെൻ എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു. ആരാണ് ഈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ? യെസ്, നമ്മൾ ഹോൾ നമ്പേഴ്സിന് നമ്മൾ ഡബ്ല്യു എന്ന ലെറ്റർ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാം അല്ലെ. അതേപോലെ ഇനി നാച്ചുറൽ നമ്പർ ആണെങ്കിലോ, നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ N കൊടുക്കും. അതുപോലെ ഇന്റിജേഴ്സ് ആണെങ്കിൽ നമ്മൾ Z എന്ന സിമ്പിൾ കൊടുക്കും. സോ ഇങ്ങനെ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു സെറ്റാണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്, ക്യാപിറ്റൽ ലെറ്റർ R. നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. ക്യാപിറ്റൽ ലെറ്റർ R എന്ന് കണ്ടാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇന്റിജറിന് പകരമായിട്ട് ക്യാപിറ്റൽ Z കൊടുക്കാറുണ്ട്, നാച്ചുറൽ നമ്പറിന് പകരമായിട്ട് ക്യാപിറ്റൽ N കൊടുക്കാറുണ്ട്. ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ദെൻ കണ്ടീഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് x ലെസ് ദാൻ 5. എക്സിന്റെ വാല്യൂ 5നേക്കാൾ കുറവായിരിക്കണം. സോ A equal to set of all x such that x belongs to n. രണ്ട് കണ്ടീഷൻസ് അല്ലേ. ഒന്നാമത്തെ കണ്ടീഷൻ ആണ് x belongs to ഹോൾ നമ്പേഴ്സ്. എക്സ് എന്ന് പറയുന്ന ആള് ഹോൾ നമ്പർ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എക്സ് ലെസ് ദാൻ 5, 5ൽ കുറവായിരിക്കും വേണം. സോ 5ൽ കുറവുള്ള ഹോൾ നമ്പേഴ്സ് ആണ് എ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, വീണ്ടും പറയുന്നത് ബി എന്ന് പറയുന്ന സെറ്റിൽ മൊത്തം എക്സ് ആണ്. ബട്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ y സച്ച് ദാറ്റ് y ഈസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ. ആക്ച്വലി ഓൾറെഡി ഒരു പ്രാവശ്യം എക്സ് എന്ന് പറയുന്നോണ്ട് y എന്ന് കൊടുത്തുന്നുള്ളൂ. ബട്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടും എക്സ് ആയിട്ട് കൊടുക്കും. വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ആ സെറ്റിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂണിയനും ഇന്റർസെക്ഷൻ ഒക്കെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലെറ്റ്സ് സീ. സോ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഒന്നാമത്തെ കണ്ടീഷൻ ഇതാ, എക്സ് ഈസ് എ പ്രൈം നമ്പർ. എക്സ് എന്ന് പറയുന്നത് എന്ത് നമ്പർ ആണ്? പ്രൈം നമ്പർ ആണ്. ദെൻ ലെസ് ദാൻ 5, വെറുതെ പ്രൈം നമ്പർ ആയാൽ പോരാ, അത് എന്തായിരിക്കണം? 5ൽ കുറവായിരിക്കണം. സോ 5ൽ കുറവുള്ള പ്രൈം നമ്പേഴ്സ് ആരാണോ അതാണ് ബി എന്ന് പറയുന്ന സെറ്റില്. എ എന്ന് പറയുന്ന സെറ്റിലോ 5ൽ കുറവുള്ള ഹോൾ നമ്പേഴ്സ്. Then u equal to set of all x such that x is an integer. ഈ x is an integer എന്നുള്ളത് എങ്ങനെയും ചോദിക്കാം. x belongs to z.
അങ്ങനെയും ചോദിക്കാം. z എന്ന് പറഞ്ഞാൽ ആരാ? ഇന്റിജർ അല്ലേ. ദെൻ ഇനി അവിടെ ഒരു ഇനീക്വാളിറ്റീസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. ഇതിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എക്സ് എന്ന് പറയുന്ന നമ്പേഴ്സിനെ, എക്സ് എന്ന് പറഞ്ഞ നമ്പറിനെ 0 എന്ന് പറയുന്ന നമ്പറിന്റെയും 7 എന്ന് പറയുന്ന നമ്പറിന്റെയും ഇടയിലാണ് എക്സ് ചെയ്തത്. സോ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് സാൻഡ്വിച്ച് ഫോം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. എക്സ് എന്ന് പറയുന്ന ആള് 0 എന്ന് പറയുന്ന നമ്പറിന്റെയും 7 എന്ന് പറയുന്ന നമ്പറിന്റെയും ഇടയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. സോ അതിനെ നമ്മൾ സാൻഡ്വിച്ച് ചെയ്യാന്നൊക്കെ പറയും. സോ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 7. ഈക്വൽ ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇയാളെ ഇൻക്ലൂഡ് ആക്കണം, ഈക്വൽ ടു കണ്ടില്ലെങ്കിൽ ഇയാളെ ഇൻക്ലൂഡ് ആക്കരുത്. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ആസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കേണ്ടത് എക്സിന്റെ വാല്യൂ 0ന്റെയും 7ന്റെയും ഇടയിലാണ്, ബിറ്റ്വീൻ 0 ആൻഡ് 7. അതിൽ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഈ 0 കൂട്ടണം, ഈക്വൽ ടു ഇല്ലെങ്കിൽ നമ്മൾ 7 ഇൻക്ലൂഡ് ആക്കൂല. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഇത് അറിയാത്ത കാരണം കൊണ്ട് പല ആൾക്കാരും സാർ നേരത്തെ പറഞ്ഞ ഡിമോർഗൻസ് ലോ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഡയറക്റ്റ് എ എന്ന് പറഞ്ഞ ഒരു റോസ്റ്റർ ഫോം തരും, ബി എന്ന് പറഞ്ഞ റോസ്റ്റർ ഫോം തരും, ദെൻ യൂണിവേഴ്സൽ സെറ്റ് നിങ്ങൾക്ക് ഒരു റോസ്റ്റർ ഫോമിൽ എന്നാൽ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലാവും. ബട്ട് ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് എഴുതാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സാറ് കാര്യങ്ങൾ പറഞ്ഞത്. ക്ലിയർ അല്ലടാ? സെറ്റ് അല്ലേ? യെസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ ബി ഇൻ റോസ്റ്റർ ഫോം. എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതണം. നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് കൂടി റോസ്റ്റർ ഫോമിൽ എഴുതണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിമോർഗൻസ് ലോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? A equal to set of all x such that x belongs to w x less than 5. അതായത് 5ൽ കുറവുള്ള ഹോൾ നമ്പേഴ്സ്. നമുക്കറിയാം ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് ഇൻക്ലൂഡിങ് 0. നാച്ചുറൽ നമ്പേഴ്സ് ഇല്ലേ, നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളിൽ, ആ എണ്ണൽ സംഖ്യകളിലേക്ക് 0 കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹോൾ നമ്പേഴ്സ് കിട്ടും. സോ അതിൽ ആരൊക്കെ ഉണ്ടാവാം? 0 1 2 3 4. സോ ഇതാണ് നമ്മളെ എ എന്ന് പറയുന്ന സെറ്റ്. ഇതുപോലെ ബി എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എഴുതണ്ടേ? ബി ഈക്വൽ ടു സെറ്റ് ഓഫ് all x such that x is a prime number. പ്രൈം നമ്പർ ആയിരിക്കണം, 5ൽ കുറവായിരിക്കണം. 5ൽ കുറവുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2 ഉണ്ട്, 3 ഉണ്ട്. സോ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് 2, 3. യെസ്. സോ എ ബി നമുക്ക് കിട്ടി. ഇനി നമ്മൾ ആരെ കൂടി എഴുതണം? യെസ്, യൂണിവേഴ്സൽ സെറ്റ് കൂടി എഴുതണം. സോ യു ഈക്വൽ ടു, ഹിയർ യു ഈക്വൽ ടു, നമുക്കറിയാം 0 മുതൽ 7 വരെയുള്ള ഇൻഡിജേഴ്സ്, അതിൽ 0നെ കൂട്ടണം, 7നെ കൂട്ടരുത്. 0ന്റെയും 7ന്റെയും ഇടയിലുള്ള ഇൻഡിജേഴ്സ് ഇൻക്ലൂഡിങ് 0 എക്സ്ക്ലൂഡിങ് 7. സോ ആരൊക്കെ ഉണ്ടാവും? 0 1 2 3 4 5 6. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയും ചോദിക്കാം. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ 6നെ ഇൻക്ലൂഡ് ആക്കും. ക്ലിയർ അല്ലേ? സോ യൂണിവേഴ്സൽ സെറ്റ് നമ്മുടെ കയ്യിലുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്. ഒന്നാമത് ചോദിച്ച എ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തില്ലേ. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഫൈൻഡ് എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി കാണണം, ബി മൈനസ് എ കാണണം, അതിന്റെ യൂണിയൻ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ മെയിൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ യൂണിയൻ എടുക്കലാണ്. എന്തെടുക്കലാണ്? യൂണിയൻ എടുക്കലാണ്. എന്താണ് യൂണിയൻ ഓഫ് 2 സെറ്റ്? 2 സെറ്റുകളുടെ യൂണിയൻ എന്ന് പറഞ്ഞാല് ആ 2 സെറ്റിലും ഉള്ള ആൾക്കാരെ മൊത്തം ഒറ്റ സെറ്റ് ആയിട്ട് എഴുതുക. ആസ് ദി നെയിം ഇൻഡിക്കേറ്റ്സ്, പേരിൽ എന്തുണ്ട്? യൂണിയൻ. മൊത്തം ഒന്നാമത്തെ സെറ്റിലും രണ്ടാമത്തെ സെറ്റിലുള്ള ആൾക്കാരെ മൊത്തം ഒറ്റ സെറ്റ് ആയിട്ട് എഴുതാം. നമുക്കറിയാം അല്ലെ, അതിൽ റിപ്പീറ്റ് എഴുതേണ്ട ആവശ്യമില്ല. ദെൻ ഓർഡർ ഇമ്പോർട്ടന്റ് ഇല്ല, നിങ്ങൾക്ക് അറിയില്ല. സോ ഇവിടെ 2 സെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആള് എ മൈനസ് ബി ആണ്. സോ ഫസ്റ്റ് നമ്മൾ ഇവിടെ എ മൈനസ് ബി കണ്ടുപിടിക്കണം. സാർ നേരത്തെ 2+3 കഥ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 2+3 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആയിട്ട് തോന്നുമെങ്കിൽ അത് ഒറ്റൊന്നാണ്. 2+3 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 5 എന്ന് നമുക്ക് പറയാം. 2ഉം 3ഉം കൂട്ടിയാൽ 5 അല്ലേ കിട്ടുക. അതേപോലെ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ബിനെ കുറയ്ക്കുക, ആ കുറച്ചിട്ടുള്ള സെറ്റ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇവിടെ എ മൈനസ് ബി കാണാം, അതുപോലെ ബി മൈനസ് സി കാണാം. ക്ലിയർ അല്ലേ? അത് രണ്ടിന്റെയും യൂണിയൻ ആണ് നമ്മൾ എഴുതേണ്ടത്. സോ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ എ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് പോവാണ്.
ബി ക്വസ്റ്റ്യൻ എന്താ എ മൈനസ് ബി കാണണം, ബി മൈനസ് എ കാണണം. ഈ രണ്ട് സെറ്റിന്റെയും യൂണിയൻ ആണ് നമ്മളെ ബി ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഫസ്റ്റ് എ മൈനസ് ബി കാണാം. എ മൈനസ് ബി ഈക്വൽ ടു എ മൈനസ് ബിന്റെ ഡെഫിനിഷൻ എന്താ? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും ബി എന്ന് പറയുന്ന സെറ്റിനെ കുറയ്ക്കുക. ബട്ട് ആക്ച്വലി എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതല്ലേ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ നിന്നും കോമൺ ആയിട്ടുള്ള ആളുകളെ റിമൂവ് ചെയ്യുക. സോ കോമൺ ആയിട്ട് ഇവിടെ ആരൊക്കെ ഉണ്ടടാ? രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് യെസ് 2 ഉണ്ട് ആൻഡ് 3. അതായത് ബി എന്ന് പറയുന്ന സെറ്റ് ആക്ച്വലി സബ്സെറ്റ് ഓഫ് എ ആണ്. ബിയിലുള്ള എല്ലാ ആൾക്കാരും എയിലുണ്ട് അല്ലെ. സോ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ സബ്സെറ്റ് ആണ്. സോ എയിൽ നിന്നും ഈ 2, 3 എന്ന് പറയുന്ന ആൾക്കാരെ ഒഴിവാക്കിയ ബാക്കി ആരാ ഉള്ളത്? അതാണ് എ മൈനസ് ബി. അത് ആരൊക്കെയാണ്? 0, 1, 4. ദാറ്റ്സ് ഇറ്റ്. 0, 1, 4. ഇൻ ദി സെയിം വേ നമ്മൾ എന്ത് കാണണം? ബി മൈനസ് എ കാണണം. ബി മൈനസ് എ ഈക്വൽ ടു നമുക്കറിയാം ബിയിൽ നിന്നും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ കുറയ്ക്കുക. ബിയിൽ നിന്നും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ കുറച്ചാൽ then there is no element in B. സോ നമുക്ക് എന്ത് പറയാം? ബി ഒരു എന്താണ്? നൾ സെറ്റ് ആണ്, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് ആണ്, അല്ലെങ്കിൽ നമുക്ക് വോയിഡ് സെറ്റ്. കുറെ പേരുണ്ട് അല്ലെ, ഇല്ലെങ്കിൽ നമ്മൾ സിംപ്ലി 5 എന്നൊക്കെ പറയും. സോ ബി മൈനസ് എ ഈക്വൽ ടു ജസ്റ്റ് ഒരു എംപ്റ്റി ബ്രാക്കറ്റ് ഇടാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ 5 എന്നുള്ള സിമ്പിൾ കൊടുക്കാം. ഓക്കെ, രണ്ടും മിക്സ്ഡ് ആയിട്ട് കൊടുക്കരുത്. ചില ആളുകൾ ഇങ്ങനെ കൊടുക്കും, ഇത് കൊടുക്കുന്ന മണ്ടത്തരാണ്. ഒന്നെങ്കിൽ നിങ്ങൾ എംപ്റ്റി ബ്രാക്കറ്റ് മാത്രം എഴുതാ, അല്ലെങ്കിൽ ഈ സിമ്പിൾ മാത്രം എഴുതാ. റെഡി അല്ലേ? സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ രണ്ട് സെറ്റ് എ മൈനസ് ബി, ബി മൈനസ് എ, ഈ രണ്ട് സെറ്റിന്റെയും യൂണിയൻ നമ്മൾ എടുക്കണം. സോ എ മൈനസ് ബി, therefore എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ. സോ എ മൈനസ് ബി എന്ന് പറയുന്ന ഒന്നാമത്തെ സെറ്റ്, ബി മൈനസ് എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റ്. ഇതിന്റെ യൂണിയൻ എടുത്താൽ നമുക്ക് എന്തെന്നാ കിട്ടുക? 0, 1, 4 കിട്ടും. കാരണം രണ്ടാമത്തെ സെറ്റ് എന്താണ്? ഇവിടെ നൾ സെറ്റ് ആണ്. ഇത് രണ്ടും മൊത്തം ഒരു സെറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഇവിടെ ഒരു 5 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 5 ആഡ് ചെയ്യാം. പക്ഷെ ഇവിടെ ആരും ഇല്ല, അപ്പൊ നമുക്ക് എന്ത് തന്നെ കിട്ടുള്ളൂ? യെസ്, നമ്മളെ എ എന്ന് പറയും എ മൈനസ് ബി എന്ന് പറയുന്ന ഇനീഷ്യൽ സെറ്റ് തന്നെ കിട്ടുള്ളൂ. റീസൺ എന്താണ്? ബി മൈനസ് എ എന്നത് എന്താണ്? യെസ്, നൾ സെറ്റ് ആയതുകൊണ്ട് 0, 1, 4 and that's it. ഇതാണ് നമ്മളെ ബി ക്വസ്റ്റ്യൻ ആൻസർ. ആക്ച്വലി ഈ എ ബി ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ കാത്തിരിക്കുന്നത് നമ്മളെ സി ക്വസ്റ്റ്യൻ ചെയ്യാനാണല്ലേ. സി ക്വസ്റ്റ്യൻ ആണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. സി ക്വസ്റ്റ്യൻ ആണ് ആക്ച്വലി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നമ്മളെ ഡിമോർഗൻസ് ലോ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്: വെരിഫൈ ദാറ്റ് A union B dash is equal to A dash intersection B dash. വെരിഫിക്കേഷൻ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വെരിഫിക്കേഷൻ പ്രോബ്ലത്തിൽ ഈക്വൽ ടുന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡും രണ്ട് പാർട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഫസ്റ്റ് LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്യാം, നമുക്കൊരു വാല്യൂ കിട്ടും. റൈറ്റ് ഹാൻഡ് സോൾവ് ചെയ്യാം, നമുക്ക് വേറെ വാല്യൂ കിട്ടും. ഇത് രണ്ടും സെയിം ആണെന്ന് കാണിച്ചു കൊടുക്കണം. That's it. റെഡി അല്ലേ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സാറ് ഈ ഒരു പേപ്പറിൽ തന്നെ ഈ ഒരു പേജിൽ തന്നെ മൊത്തം ആൻസർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെ സി ക്വസ്റ്റ്യൻ എന്താണ്? എ യൂണിയൻ ബി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷ് ഇന്റർസെക്ഷൻ ബി ഡാഷ്. സോ സി ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് സി ക്വസ്റ്റ്യന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS പാർട്ട് ഫസ്റ്റ് സോൾവ് ചെയ്യാൻ പോവാം. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എ യൂണിയൻ ബി ഹോൾ ഡാഷ്. ബിഫോർ ടേക്കിംഗ് ദി കോംപ്ലിമെന്റ് എടുക്കുന്നതിന് മുന്നേ ഇത് ആക്ച്വലി എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ്. ഡാഷ് മീൻസ് കോംപ്ലിമെന്റ്. സോ എ യൂണിയൻ ബി ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എ യൂണിയൻ ബി കണ്ടുപിടിക്കുക, അതിന്റെ ശേഷം നമ്മൾ കോംപ്ലിമെന്റ് എടുക്കുക. റെഡി ആയില്ലേ? സോ എ യൂണിയൻ ബി ഫസ്റ്റ് നമ്മൾ കാണാൻ പോവുകയാണ്. എ യൂണിയൻ ബി ഈക്വൽ ടു ഫസ്റ്റ് നമ്മൾ എ യൂണിയൻ ബി എടുക്കണം. സോ എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എയിൽ ആരൊക്കെ ഉണ്ട്? 0, 1, 2, 3, 4. ബിയിൽ 2, 3. ഈ രണ്ട് സെറ്റും മൊത്തം ഒറ്റ സെറ്റ് ആയിട്ട് എഴുതാം. അതിൽ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ് ആണെങ്കിൽ അവിടെ എ യൂണിയൻ ബി എടുത്താൽ നമുക്ക് എന്തെന്നാ കിട്ടുക? എ ആണ് കിട്ടുക. എ ഇന്റർസെക്ഷൻ ബി എടുത്താൽ ബി ആണ് കിട്ടുക. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്.
റെഡിയല്ലേ? യൂണിയൻ എടുത്താൽ വലിയ ആള് കിട്ടും, ഇന്റർസെക്ഷൻ എടുത്താൽ ചെറിയ ആള് കിട്ടും. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. റെഡി അല്ലേ? സോ എ യൂണിയൻ ബി ഈക്വൽ ടു നമുക്ക് ആരൊക്കെ ഉണ്ട്? 0 1 2 3 4. ഇതാണ് നമ്മളെ എ യൂണിയൻ ബി. നമ്മളെ ഒബ്ജക്റ്റീവ് ഈ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് കാണലല്ലേ? therefore a union b dash is equal to, അതായത് ഈ എ യൂണിയൻ ബി എന്ന് പറയുന്ന സെറ്റിന്റെ മൊത്തം കോംപ്ലിമെന്റ് ഈക്വൽ ടു എന്താണ്? ഡാഷ് അല്ലെങ്കിൽ കോംപ്ലിമെന്റ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. യെസ്, യൂണിവേഴ്സൽ സെറ്റിന്നു നമ്മൾ ആര് കോംപ്ലിമെന്റ് ആണോ എടുക്കുന്നത് അയാളെ റിമൂവ് ചെയ്യുക. സോ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു 0 1 2 3 4. സോ യൂണിവേഴ്സൽ സെറ്റിന്നു 0 1 2 3 4 റിമൂവ് ചെയ്യുക. ഇത് റിമൂവ് ചെയ്തിട്ടുള്ള ബാക്കി ആൾക്കാരെ അതാണ് നമ്മളെ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ഈക്വൽ ടു, ഇവിടെ ആരൊക്കെ ബാക്കിയുണ്ടടാ? 5, 6. സോ ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ലെറ്റ് ദിസ് ബി ദി ഫസ്റ്റ് ഇക്വേഷൻ. ഇതുപോലെ റൈറ്റ് ഹാൻഡ് സൈഡ് കാണാം. നമുക്ക് സെയിം 5 6 കിട്ടിയാൽ നമുക്ക് പറയാം ഹെൻസ് വെരിഫൈഡ്. റെഡി അല്ലേ? സോ നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡ് RHS. യെസ്, നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫസ്റ്റ് നമുക്ക് എ ഡാഷ് വേണം, ദെൻ ബി ഡാഷ് വേണം. ഇത് രണ്ടിന്റെയും കോമൺ. സോ എ ഡാഷ് നമുക്ക് ചെയ്തൂടെ? എ ഡാഷ് ഇസ് ഈക്വൽ ടു എ ഡാഷിന്റെ മീനിങ് എന്താ? ഡാഷ് കണ്ടാൽ നമുക്കറിയാം ഈ എ എന്ന് പറയുന്ന സെറ്റിലുള്ള ആൾക്കാരെ യൂണിവേഴ്സ് സെറ്റിൽ നിന്ന് ഒഴിവാക്കാം. യു മൈനസ് എ എന്നൊക്കെ നമ്മൾ ഡെഫിനിഷൻ ആയിട്ട് പറയാറുണ്ട്. യു മൈനസ് എ ഈക്വൽ ടു ആരൊക്കെ ഉണ്ട്? എയിലുള്ള 0 1 2 3 4 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 5, 6. സോ എ ഡാഷ് കിട്ടി. അതുപോലെ നമ്മൾ എന്ത് കാണണം? ബി ഡാഷ് കാണണം. ബി ഡാഷ് ഇസ് ഈക്വൽ ടു സെയിം വേ യു മൈനസ് ബി ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ 2 3 ആണ്. സോ 2 3 ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ആൾക്കാർ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബിനെ റിമൂവ് ചെയ്യുക. അതാണ് ബി ഡാഷ്. സോ ബി ഡാഷ് ഇസ് ഈക്വൽ ടു യു മൈനസ് ബി ഈക്വൽ ടു സെറ്റ് ഓഫ് 0 1 2 3 നമ്മൾ റിമൂവ് ചെയ്തു. ദെൻ 4 5 6. സോ നമ്മളെ ഒബ്ജക്റ്റീവ് ഈ രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ. therefore A dash intersection B dash is equal to, ഇത് രണ്ടിലും കോമൺ ആയിട്ട് 5 ഉണ്ട് 6 ഉണ്ട്. യെസ്, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? A dash intersection B dash is equal to set of 5, 6. Yes, and let this be equation number 2. So as we can see, equation number 1 എന്ന് പറയുന്നതും equation number 2ഉം സെയിം ആണ്. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആണ്. Equation number 1 is equal to equation number 2. Therefore, hence proved or hence verified. So ഈ പാറ്റേണിലാണ് നമ്മുടെ ഡിമോർഗൻസ് ലോയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. ബട്ട് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആക്ച്വലി ഇവിടെ നമുക്ക് റോസ്റ്റർ ഫോമിൽ തന്നില്ല. ഇതേപോലെ റോസ്റ്റർ ഫോം അല്ലാതെ ഇതാ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങൾക്ക് ഒരു വെൻ ഡയഗ്രം തരും. സോ നിങ്ങൾ അവിടെ ഫസ്റ്റ് യുവും അതേപോലെ നമ്മളെ യൂണിവേഴ്സ് സെറ്റ് എ ബി നിങ്ങൾ അവിടെ റോസ്റ്റർ ഫോമിൽ എഴുതിയിട്ട് ഈ സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ചിലപ്പോൾ ഡയറക്റ്റ് ഇതുപോലെ ചോദിക്കാം. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടോപ്പിക് ആണ് നമ്മുടെ ഡിമോർഗൻസ് ലോ. സോ ഗൈസ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയില് അടുത്ത ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് നമുക്ക് കണ്ടുമുട്ടാം.